നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇസ്രയേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. പോർച്ചുഗീസ് പതാകയുള്ള MSC ഏരീസ് എന്ന ചരക്ക് കപ്പലാണ് പിടികൂടിയത്. സഹായത്തിനായി അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചു. കപ്പലിൽ 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ 25 പേരുണ്ടെന്നാണ് വിവരം. രാംകുമാർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാംകുമാർ, യുദ്ധ മുന്നറിയിപ്പുണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കടലിലെ ഈ നീക്കം. ഇതിനെ എങ്ങനെ വിലയിരുത്താം? ഒപ്പം ഈ കപ്പൽ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടോ? ഗോകുൽ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ കപ്പൽ ഇറാൻ സേന പിടിച്ചെടുത്ത വിവരം MSC സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു ഇറ്റാലിയൻ ബേസ്ഡ് കമ്പനിയാണ് ഈ MSC അഥവാ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം. അവരുടെ ഏരീസ് എന്ന് പറയുന്ന MSC ഏരീസ് എന്ന് പറയുന്ന കപ്പലാണ് ഇന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ നാവിക വിഭാഗം പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കപ്പലിൽ 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ 25 ജീവനക്കാർ ഉണ്ട് എന്നാണ് MSC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. ഇതിൽ 2 പേർ പാകിസ്ഥാൻ പൗരരാണ്. റഷ്യ, എസ്റ്റോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകളുണ്ട്. ഫിലിപ്പീൻസിൽ നിന്നുള്ള 4 പേരുമുണ്ട്. ഇതിൽ സ്ഥിരീകരിക്കാത്ത ഒരു വിവരം, ഈ 17 ഇന്ത്യക്കാരിൽ 2 പേർ മലയാളികളാണ് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എങ്കിൽ പോലും കോഴിക്കോട്, പാലക്കാട് സ്വദേശികളായ 2 പേർ കൂടി ഈ 17 ഇന്ത്യക്കാരിൽ ഉണ്ട് എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. ഇനി കപ്പൽ പിടിച്ചെടുത്തതിലേക്ക് വരികയാണെങ്കിൽ, ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് ഈ കപ്പൽ പിടിച്ചെടുത്തത്. ഇത് UAE-യിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്നു. ഈ സമയത്താണ് റവല്യൂഷണറി ഗാർഡിൻ്റെ സംഘം ഹെലികോപ്റ്ററിൽ എത്തുകയും ഈ കപ്പലിലേക്ക് ഇറങ്ങി അത് പിടിച്ചെടുക്കുകയും ചെയ്ത് ഇതിപ്പോൾ ഇറാന്റെ സമുദ്രാതിർത്തിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ കപ്പൽ. ഇത് തിരിച്ചെടുക്കാനായിട്ട് സാധ്യമായ ഈ ജീവനക്കാരുടെ സൗഖ്യം ഉറപ്പാക്കുവാനും അതുപോലെ കപ്പൽ തിരിച്ചു പിടിക്കാനുമായിട്ട് സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നാണ് MSC ഇപ്പോൾ പറയുന്നത്. അതേസമയം ഇസ്രയേൽ ഇതിനോട് അതിരൂക്ഷമായാണ് പ്രതികരിക്കുന്നത്. ഇസ്രയേലിന് ഈ കപ്പലുമായി നേരിട്ടുള്ള ഒരു ബന്ധമില്ല. അതേസമയം ഇസ്രയേൽ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിൻ്റെ ഉടമസ്ഥതയിലുള്ള സോഡിയാക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ കപ്പൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇത് മാത്രമാണ് ഇസ്രയേലിന് ഈ കപ്പലുമായിട്ടുള്ള ഒരു ബന്ധം. അതേസമയം ഇസ്രയേൽ പ്രതികരിക്കുന്നത്, ഈ കപ്പൽ പിടിച്ചെടുത്ത ഒരു നടപടി, അയത്തുള്ള ഖൊമേനിയുടെ ഭരണകൂടം ചെയ്ത ഈ ഒരു നടപടി കടൽ കൊള്ളക്കാരുടേതിന് സമാനമായി അവർ പെരുമാറുന്നു എന്ന രൂക്ഷമായ പ്രതികരണമാണ് അവർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇസ്രയേൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഈ കാര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണം എന്ന ഒരു ആവശ്യമാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇറാൻ ഈ തരത്തിൽ ഒരു പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും എന്ന ഒരു മുന്നറിയിപ്പും ഇസ്രയേൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ, ഈ കപ്പൽ, ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ കപ്പൽ പിടിച്ചെടുക്കുന്ന നടപടികളും മറ്റും സാധാരണയായി നടക്കാറുള്ളതാണെങ്കിൽ പോലും ഇപ്പോൾ ഇതിനൊരു പ്രത്യേകമായ പ്രാധാന്യം കൈവരാൻ കാരണം ഏതാനും ദിവസങ്ങളായി അവിടെ നിലനിൽക്കുന്ന ഒരു സംഘർഷാവസ്ഥ തന്നെയാണ്. 2 ആഴ്ച മുൻപാണ് സിറിയയിലെ ദമാസ്കസിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇറാന്റെ എംബസിക്ക് നേരെ ഒരു വ്യോമാക്രമണം ഉണ്ടാവുകയും അവിടെ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ അവിടെ ഈ കപ്പൽ പിടിച്ചെടുത്ത ഒരു നടപടിയെ ലോകം ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ തന്നെ പറഞ്ഞത്, ഇറാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇതിനായി ഒരുങ്ങിയിരിക്കുകയാണ്, പ്രതിരോധത്തിനും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ തിരിച്ചടിക്കാനും ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കപ്പൽ പിടിച്ചെടുക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഗോകുൽ, രാംകുമാർ, പൊതുവെ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൗരന്മാർക്ക്, ഇസ്രയേലിലുള്ള അവരുടെ പൗരന്മാർക്ക് അമേരിക്കയും ഒക്കെ ജാഗ്രതാ നിർദ്ദേശം, മുന്നറിയിപ്പും ഒക്കെ നൽകിയിട്ടുണ്ട്. ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്കൊക്കെ ഇറാൻ ഈ ഘട്ടത്തിൽ പോകുമെന്ന് കരുതാനാവുമോ? ഗോകുൽ, ഇപ്പോൾ അവിടെ ഒരു പ്രവചനാതീതമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ തിരിച്ചടിക്കും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അവർ അത്തരത്തിലുള്ള നേരിട്ടുള്ള നീക്കങ്ങളൊന്നും ഇതുവരെ നടത്തിയിരുന്നില്ല. ഈ കപ്പൽ പിടിച്ചെടുക്കുന്നത് വരെ നേരിട്ടുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇറാൻ നടത്തിയിരുന്നില്ല. എന്നാൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ചില സായുധ സംഘടനകൾ, ഇപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകൾ ഇസ്രായേലിന് നേരെ നിരന്തരമായി റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നത് പതിവാണ്. ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഒരു യുദ്ധ സാഹചര്യം എന്നതിനേക്കാൾ ഉപരി ഒരു സംഘർഷ ഭീതി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ ഈ അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് വന്നതോട് കൂടിയിട്ടാണ് അവിടെ ഈ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ, ഫ്രാൻസ്
തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഈ പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലേക്ക് അവരുടെ പൗരന്മാർ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില വിമാന കമ്പനികൾ ഈ ഒരു മേഖലയിലൂടെയുള്ള സർവീസുകൾ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ, ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷം, അതിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടികൾ, ഒരു പ്രത്യക്ഷ യുദ്ധം ഉണ്ടായേക്കാം, ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായേക്കാമെന്ന് അമേരിക്കൻ മുന്നറിയിപ്പ് കൂടി നിൽക്കുമ്പോഴാണ് ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നീങ്ങിയത്. ഏതായാലും അത് ആശങ്കയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്. കപ്പൽ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇറ്റാലിയൻ കമ്പനി, ഈ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി അറിയിക്കുന്നത്. ഇന്ത്യക്കാരായ ജീവനക്കാരും നാവികരും ഈ കപ്പലിലുണ്ട് എന്നതാണ് വിവരം. എസ് രാംകുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുറിവേറ്റ് അതിജീവനം. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അട്ടിമറിയിൽ രൂക്ഷമായി പ്രതികരിച്ച അതിജീവിത, കോടതിയിൽ പോലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിചാരണ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അതിജീവിത തുറന്നടിക്കുന്നു. കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത് ലഭിച്ചതിന് പിന്നാലെയാണ് രൂക്ഷമായ പ്രതികരണം ഉണ്ടായത്. കോടതിയിൽ പോലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ലെന്നും കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തനിക്ക് മുറിവേറ്റപ്പോൾ അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരാണ്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് തനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണെന്നും അതിജീവിത കുറ്റപ്പെടുത്തുന്നു. അതേസമയം സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചെന്ന് കരുതുന്നില്ലെന്നും നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിൽ അതിജീവിത വ്യക്തമാക്കി. ഇതിനിടെ കേസിൽ ആക്രമണത്തിനിരയായ നടിയെ പിന്തുണച്ച ഉമാ തോമസ് MLA അടക്കം നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. നന്ദി പറഞ്ഞ അബ്ദുൾ റഹീം. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ധനസമാഹരണം ലക്ഷ്യം കണ്ടതിൽ 24-നും അഭിമാന നിമിഷം. സന്തോഷം പങ്കുവയ്ക്കാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കോഴിക്കോട് ഫറോക്കിൽ അബ്ദുൾ റഹീമിന്റെ കുടുംബ വീട്ടിലെത്തി. ജയിലിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ട അബ്ദുൾ റഹീമിന്റെ ശബ്ദം 24-ലൂടെ ലോകം കേട്ടു. ധനസമാഹരണത്തിന് 24 ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നേരിട്ടറിയിക്കാനാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഫറൂഖിലെ വീട്ടിലെത്തിയത്. ഒരാഴ്ച മുമ്പ് നിറകണ്ണുകളോടെയാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഫാത്തിമ ഉമ്മ എത്തിയത്. ഇന്ന് ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഫറൂഖിലെ വീട്ടിലെത്തി ഉമ്മയെ കാണും വരെ 24 ഒപ്പമുണ്ടാകുമെന്ന് ആർ ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. നമ്മുടെ ജിദ്ദയിലുണ്ടായിരിക്കുന്ന സമിതിയുടെ ചെയർമാൻ ആലിംഗൽ മുഹമ്മദ് സാർ, അദ്ദേഹം നമ്മുടെ 24ന്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ റഹീമിനെ ഉമ്മയുടെ അടുത്തെത്തിയിട്ടേ നമ്മൾ നിന്ന് പിൻവാങ്ങുന്നതാണ്. എത്ര ആഴ്ചയായാലും 2 മാസം അവിചാരിതമായി സൗദിയിലെ ജയിലിൽ നിന്നും അബ്ദുറഹീമിന്റെ ഫോൺ കോൾ. തന്നെ സഹായിച്ചവരോടുള്ള അകമഴിഞ്ഞ നന്ദി റഹീം 24-ലൂടെ പങ്കുവച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആൾക്കാർ അറിയുന്നവർ എല്ലാവർക്കും ബാങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട്. ഉമ്മയോട് എന്തെങ്കിലും ഒന്ന് പറയൂ റഹീം, ഉമ്മ കേട്ടോണ്ടിരിക്കുക. ഇത് ഞാൻ വിളിക്കാം ഉമ്മാനെ, നിന്റെ ബാങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രാർത്ഥിക്കും. റഹീമിന് ഇനി കരയേണ്ടി വരത്തില്ല കേട്ടോ, സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ അവിടെ ആലിംഗൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്, അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട്. എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി. 18 വർഷം മകനെ കാത്തിരുന്ന വേദന ഒരമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് ഫാത്തിമ ഉമ്മയെ കാണാനെത്തിയ ഉഷാ ശ്രീകണ്ഠൻ നായരും പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കും, ഈ 18 വർഷം അമ്മ എങ്ങനെ തള്ളി നീക്കിന്ന്. ഓരോ നിമിഷവും ഒരമ്മയ്ക്ക് മാത്രമേ ആ വേദന അറിയൂ. ശരിക്കും എനിക്കൊന്നും പറയാനില്ല.
അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണ് മലയാളികൾ തോളോട് തോൾ ചേർന്ന് സാധ്യമാക്കിയതെന്ന് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. മലയാളികളുടെ സ്നേഹം, ഇത്തരം കാര്യത്തിലുള്ള ഐക്യം, ഇതൊക്കെയാണ് ശരിക്കും ഒരു റിയൽ കേരള സ്റ്റോറി ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്, എടുത്തു കാണിക്കേണ്ടത്. ഈ പൈസ സമാഹരിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് 6 മാസം സമയമാണ് അതിന് കൊടുത്തിരുന്നത്. ആ സമയത്ത് ആ 6 മാസമാണ് ഏപ്രിൽ 16-ാം തീയതി തീരാൻ പോകുന്നത്. സമാഹരിച്ച 34 കോടി രൂപ സൗദിയിൽ റഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച ബാലന്റെ കുടുംബത്തിന് കൈമാറും. ഇതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങും. തിങ്കളാഴ്ച എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവിഭാഗവും കോടതിയെ സമീപിക്കും. കോടതി വധശിക്ഷ റദ്ദാക്കി ഉത്തരവിട്ട ശേഷം പണം കൈമാറും. നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ 2 മാസമെങ്കിലും സമയമെടുക്കും. 24 കോഴിക്കോട്. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 13 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കിയ മുന്നണികൾ. മാസപ്പടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പാർട്ടിയുടെയും പതാകകൾ ഉപയോഗിക്കില്ലെന്ന് MM ഹസൻ. BJPക്കെതിരെ മുഖപത്രമായ ദീപികയിലെ ലേഖനത്തിലൂടെ സിറോ മലബാർ സഭ പരോക്ഷ വിമർശനം ഉന്നയിച്ചു. മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED അന്വേഷണം കോൺഗ്രസും BJPയും ഒരുപോലെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ഭരണനേട്ടങ്ങൾ പറയാനില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മുഖ്യമന്ത്രി ആക്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തെ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതാണ് ഈ സർക്കാർ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ കോൺഗ്രസിനെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി നിങ്ങൾ സംസാരിക്കുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. BJPക്കെതിരെയുള്ള സിറോ മലബാർ സഭയുടെ പരോക്ഷ വിമർശനം ദീപികയിലെ ലേഖനത്തിലാണുള്ളത്. കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടേണ്ടെന്ന് മുഖപ്രസംഗം. കേരളത്തിൽ ലവ് ജിഹാദ് ഒരു വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. It is not BJP which brought out the word love jihad. It is Mar Joseph Kalana Gata. He was the first one to mention this word. Joseph Palampalani. He's the one. These are the two people who spoke about love jihad. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാകകൾ ഉപയോഗിക്കില്ലെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റീസൺ ഒരു പതാകയും വേണ്ട എന്നുള്ളതാണ്. ഈ മാസം 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും രാഹുൽ ഗാന്ധി വയനാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും. വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് നടക്കുന്ന UDF മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. 15, 16 തീയതികളിൽ വയനാട് നിയോജകമണ്ഡലത്തിലെ വിവിധ പരിപാടികളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്ത്? കാണാം വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. അടിസ്ഥാന വികസനത്തിലൂന്നിയാണ് തൃശൂരിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ജനങ്ങളുടെ ആവശ്യമറിഞ്ഞാകും വികസനമെന്നാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വാഗ്ദാനം. കാർഷിക മേഖലയുടെ വികസനത്തിലാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെയും LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെയും ശ്രദ്ധ. ജനങ്ങളുടെ അത്യാവശ്യമാണ്, നവീനമല്ല. ഓരോ പൂരത്തിനുമല്ലാതെ പൂരവും അതൊരു സാംസ്കാരിക തലസ്ഥാനമെന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യുന്ന ഒരു സെൻറ്ററും കൂടിയാണ്. റൗണ്ടിനെ തന്നെ ചുറ്റി ഒരു ഗാലറി മോഡിലുള്ള ഒരു അപ്പർ ടെറസ് ഇത് മനസ്സിലുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ നിന്ന് ഒരു ഇലക്ഷൻ പ്രചരണത്തിനിടയ്ക്ക് എന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡേറ്റ കളക്ട് ചെയ്യും,
അത് കഴിഞ്ഞിട്ടൊരു ഡെവലപ്മെൻറ്റ് പ്ലാറ്റർ സെറ്റ് ചെയ്യും. അതിനകത്തെല്ലാം ഉണ്ടാവും. ആശയമല്ല, വാഗ്ദാനവുമല്ല, പ്രവർത്തനമാണ്. അത് വരും. കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിയോജകമണ്ഡലത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം. പല കാര്യങ്ങൾ, സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്രം സഹായിച്ചേ മതിയാവും. കാരണം ഇനി ജനങ്ങൾ കൃഷിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവരെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം. ഇപ്പോൾ എല്ലാവരും റബ്ബറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. റബ്ബറുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെയാണ് നെല്ലിനും മറ്റ് കാർഷികോൽപ്പന്നങ്ങൾക്കും താങ്ങുവില ലഭിക്കണം. അത് ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖല മൊത്തത്തിൽ തകർച്ചയിലേക്ക് പോകും. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കോൾ മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലെ വിഷയങ്ങൾ, അവിടുത്തെ നിരവധിയായ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടതായിട്ട് നിരവധി വിഷയങ്ങളുണ്ട്. തീരപ്രദേശത്തെ കടൽ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരവാസികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ ടൂറിസം, അതെല്ലാം ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തും. പാലക്കാട് മലമ്പുഴയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചെരിഞ്ഞു. വൈകിട്ട് 5 മണിക്ക് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ട്രെയിൻ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ബുധനാഴ്ചയാണ് കാട്ടാന അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷുണ്ട്. നിഖിൽ, എല്ലാവരുടെയും ശ്രമം അല്ലെങ്കിൽ ആനപ്രേമികളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഒരു മടങ്ങിവരവ് ആ കാട്ടാനയുടേത്. പക്ഷേ അത് സാധ്യമാകുന്നില്ല. മരണം എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് കൃത്യമായി ഉറപ്പിക്കുന്നുണ്ടോ? ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് കാട്ടാനയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഡോക്ടർമാരുടെ സംഘം ഇന്ന് രാവിലെയും ആനയെ പരിശോധിച്ചിരുന്നു. അപ്പോഴും ആരോഗ്യനില വളരെ മോശമായി തന്നെ തുടരുന്നു എന്നായിരുന്നു ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. ബുധനാഴ്ച രാവിലെ ഏതാണ്ട് 3 മണി കഴിഞ്ഞാണ് ഈ കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഈ ആനയ്ക്ക് അപകടം പറ്റുന്നത്. 6 ആനകൾ ഒരുമിച്ച് കടന്നു വരവെ ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഈ ആനയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു. അവിടെ ഒരുപക്ഷെ നേരിട്ട് ട്രെയിൻ ഇടിച്ചതാകാൻ സാധ്യതയില്ല എന്നാണ് ഈ ആനയെ പരിശോധിച്ച ഡോക്ടർമാരെല്ലാം വ്യക്തമാക്കിയിരുന്നത്. കാരണം അതിന് നേരിട്ട് ഈ ആനയെ ട്രെയിൻ ഇടിച്ചതിൻ്റെ പരിക്കുകളൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരിശോധനയിൽ വ്യക്തമായത്. പക്ഷേ ഈ അപകടത്തിന് പിന്നാലെ വലിയ ശാരീരികമായി വളരെ തളർന്ന അവസ്ഥയിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. വളരെ പ്രയാസപ്പെട്ട് ഈ റോഡ് മുറിച്ച് കടന്ന് ഈ വനമേഖലയിലേക്ക് കടക്കാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു തടാകമുണ്ട്, അതിൽ വെള്ളം അന്വേഷിച്ചായിരിക്കണം ഇത്രയധികം ദൂരം എത്തിച്ചേർന്നത് എന്നുള്ളതാണ് കരുതുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആനയുടെ സാഹചര്യങ്ങൾ മാറുകയായിരുന്നു. പലതവണ ഭക്ഷണ സാധനങ്ങൾ മറ്റും നൽകാൻ ശ്രമിക്കുകയും കരിക്കുമെല്ലാം നൽകാൻ ശ്രമിച്ചിരുന്നു, വത്തക്കയും എല്ലാം നൽകാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഈ ആന. അതോടൊപ്പം തന്നെ വെള്ളം നൽകാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഗ്ലൂക്കോസ് മാത്രമാണ് ഇവർക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. എന്തായാലും 2 ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ 5 മണിയോടുകൂടി ആന ചെരിഞ്ഞിരിക്കുകയാണ്. വളരെ അധികം അശ്രാന്ത പരിശ്രമം വനവകുപ്പ് ഇതിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിരുന്നു. ആ ശ്രമങ്ങളൊക്കെയാണ് അവസാനിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറവ് ചെയ്യുക. രാവിലെ തന്നെ, പ്രത്യേകിച്ച് വിഷു ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുമെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടെ തന്നെ ഈ ആനയെ മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കുഴി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് JCB ഉപയോഗിച്ച്. അതിലാണ് മറവ് ചെയ്യുക. എന്തായാലും 2 ദിവസം ജീവന് വേണ്ടി പൊരുതിയ ആനയാണ്, കാട്ടാനയ്ക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. ഒരുപാടധികം ആനയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയിരുന്നു. അല്പസമയത്തിനകം ഈ സംഭവ സ്ഥലത്തേക്ക് DFO അടക്കം എത്തിച്ചേരും എന്നാണ് അറിയിക്കുന്നത്. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അത് ഇപ്രകാരമായിരിക്കും. നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം, അതിനുശേഷം ഇവിടെ തന്നെ ആനയെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.